ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഇന്ന് വന്നിരിക്കുന്ന വീണ്ടും ഒരു ചിക്കൻ വിങ്സുമായിട്ടാണ്. അപ്പൊ ഇന്ന് നമ്മള് അന്ന് വെച്ച പോലെയല്ല, ഇന്ന് ഇവർക്ക് എല്ലാവർക്കും KFC വേണമെന്ന് പറഞ്ഞു. അപ്പൊ ആ KFC സ്റ്റൈലില് ഒന്ന് ചിക്കൻ വിങ്സിനെ ഫ്രൈ ചെയ്യാന്ന് ഓർത്തിട്ടാണ് കേട്ടോ. ചിക്കൻ ഇവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് എന്നാക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് കാണിച്ചു തരാവേ. ഞാന് ഒരു 2 സ്പൂണോളം വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട് കേട്ടോ. ഇട്ട് കൊടുക്കുന്നത് 1 സ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ആണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഗരം മസാലയാണ്. ഇത് കാശ്മീരി ചില്ലി പൗഡർ ആണ്. അത് 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാവേ. പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത് ടൊമാറ്റോ സോസ് ആണ്. പിന്നെ കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സ്വീറ്റ് ചില്ലി സോസ് ആണ്. അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണേ, സോസിനെല്ലാം ഉപ്പുള്ളത് കൊണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇനി നമുക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് നമുക്ക് തേച്ച് പുരട്ടി വെക്കണം കേട്ടോ. ഇതൊരു നിങ്ങൾക്ക് 1 മണിക്കൂർ വെക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. അത്രയും നന്നായിട്ട് അതിൻ്റെ ഇതിനകത്ത് പിടിക്കുമല്ലോ. ഇനി നമുക്ക് കുറച്ച് മൈദപ്പൊടിയുടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണേ. ഞാൻ കുറച്ച് മൈദപ്പൊടിയുടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തേച്ച് പുരട്ടി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ. ഞാനിപ്പോൾ 30 മിനിറ്റ്സ് ഇവിടെ വെക്കുന്നുള്ളൂ. കുറച്ച് യോഗട്ടൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കണേ. കാര്യം ഞാൻ മറന്നായിരുന്നു. അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തേച്ച് പുരട്ടി വെക്കാവേ. നമ്മുടെ ചിക്കൻ ഇവിടെ തേച്ച് പുരട്ടി ഏകദേശം ഇപ്പോൾ ഒരു 30 മിനിറ്റ് 35 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ള പൊടി നമുക്ക് തയ്യാറാക്കാവേ. ഇത് എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ്. ഇത് ഇനി അടുത്തത് ഇട്ട് കൊടുക്കുന്നത് മൈദപ്പൊടിയാണ്. ഈ പൊടിയിലേക്ക് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കണേ. കുറച്ചൊരു മുളക് പൊടി, പൊടിക്ക് ഉപ്പ് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാവേ. 2 ഭാഗമായിട്ട് മാറ്റുവാണേ. സൈഡിലോട്ട് ഇട്ടെടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് മാറ്റിയതിനകത്തോട്ട് ഞാൻ കുറച്ച് കോൺഫ്ലേക്സ് പൊടിച്ചത് ചേർക്കുന്നുണ്ട് കേട്ടോ. തീരെ പൊടിയായിട്ടില്ല, കുറച്ചൊരു പൊടിയുള്ള കോൺഫ്ലേക്സ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് പാത്രം വെച്ച് ചൂടായി കഴിയുമ്പോഴത്തേന് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ഇത് നമുക്ക് മുക്കി പൊരിക്കണം കേട്ടോ. ഇത് അത്ര ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊന്നും അല്ല. ഇത് ഇവര് എല്ലാവരും നിർബന്ധം പിടിച്ചതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇന്ന് ഒരു അൺഹെൽത്തി ഫുഡ് കഴിക്കാവേ. തേച്ച് പറ്റി വെച്ചിരിക്കുന്ന ഈ ചിക്കനെ എടുത്തിട്ട് ആദ്യം ചെയ്യേണ്ടത് പൊടിക്കകത്തൊന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ കോൺഫ്ലേക്സ് ഇടാത്ത പൊടിക്കകത്താണ് കോട്ട് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ വെള്ളത്തിലോട്ട് മുക്കണം. ഈ വെള്ളത്തിൽ മുക്കിയിട്ട് നേരെ കോൺഫ്ലേക്സ് ഉള്ള പൊടിക്കകത്തോട്ട് കോട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ നമുക്ക് ചിക്കൻ കോട്ട് ചെയ്തെടുക്കാവേ. കണ്ടോ, ഇങ്ങനെ കോട്ട് ചെയ്ത് വരുവേ. അത് കഴിഞ്ഞിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ആയിട്ടുണ്ടേ നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഇതിട്ട് കൊടുക്കാവേ. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ. തീ കുറച്ച് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അതങ്ങ് കരിഞ്ഞ പോലെയാവും കേട്ടോ. നമ്മുടെ KFC ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇനിയൊന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതെ, നമ്മുടെ KFC ചിക്കൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണേ. എങ്ങനെയുണ്ടെന്ന് അറിയാവേ. എടുത്തോ, എടുത്തോ. നല്ല രുചിയുണ്ട് കേട്ടോ. നല്ല ഒരു ക്രിസ്പിനെസ്സും അതും എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഇതുണ്ട്. എങ്ങനെയുണ്ട്? കൊച്ചിന് ഇഷ്ടപ്പെട്ടോ? നല്ല രുചിയുണ്ടേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളെ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ.